ഞങ്ങളിപ്പോൾ ജെൻറ്റിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, നമ്മൾ ഇന്ന് ജെൻറ്റിങ് ഹൈലൻഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മളുടെ താമസ സ്ഥലത്തുനിന്ന് ജെൻറ്റിങ്ങിലേക്ക് നമ്മൾ ക്യാബ് എടുത്തു. എൻ്റെ അമ്മോ, ക്യാബ് പറപ്പിച്ചാണ് വന്നത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ആടും അപ്പോഴത്തേക്കും പേടിച്ചുറങ്ങിപ്പോയി. അയാൾ 10 വർഷമായിട്ട് ഇവിടെ വന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ സെയിം റോട്ടിൽ. അതുകൊണ്ട് അയാൾ ഭയങ്കര സ്പീഡിലാണ് വന്നത്. അപ്പം 2 സ്ഥലമുണ്ട്. നമ്മൾ വരുമ്പോഴത്തേനും ഒന്നില്ലെങ്കിൽ ഷോപ്പിംഗ് മോളുണ്ട്. നിങ്ങൾ ഷോപ്പിംഗ് മോളിലാണ് ഇറങ്ങിയ? ഷോപ്പിംഗ് മോളുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പുറത്തെ ബിൽഡിങ്ങാണ് നമ്മുടെ അവാന സ്കൈവേ, നമ്മളുടെ റോപ്പ് വേയിലേക്കുള്ള എൻട്രൻസ്. അപ്പം നമ്മൾ അവിടെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇറങ്ങി ഇനി ടിക്കറ്റ് എടുക്കണം. ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് സ്കൈവേയിലേക്ക് പോകണം. അതാണ് നമ്മുടെ പ്ലാൻ. അടിഷ് ഉറങ്ങുകയാണ്. നീന് വേണ്ടി ദേ മാച്ചിങ് ദേ ലൂക്ക ദേ മമ്മ ദേ ലിയോ ദേ. നമ്മൾ ജെൻറ്റിങ് ഹൈലൻഡ്സിൽ പോണതിന് മുമ്പ് ഐസ്ക്രീം ആടും ഇറങ്ങാനാണല്ലോ. എൻ്റെ ഐസ്ക്രീം യൂണിക്കോൺ കളർഫുൾ ആവട്ടെ എന്ന് ഓർത്തെടുത്തതാണ്. പക്ഷെ ഇച്ചിരി മരുന്നിൻ്റെ ചുവയുണ്ട്. മമ്മിയുടെ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പോയി. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എടോ, ഇന്ന് നമുക്ക് 3 പേർക്കും കൂടി ഒരു ഫോട്ടോ പറ്റുമെങ്കിൽ എടുക്കാം. ഒരു ഫ്രെയിമിൽ വന്ന് നിന്നേക്കാം. എന്തായാലും വീഡിയോ എങ്കിലും കിട്ടട്ടെ. എന്താ വീഡിയോയിലെങ്കിലും കിട്ടട്ടെ എന്ന്. ഫോട്ടോ അല്ല, വീഡിയോ. അതെ, വീണ്ടും എസ്കലേറ്റർ കയറി. കാരണം സ്കൈവേ ആയതുകൊണ്ട് മേലായിരിക്കുമല്ലോ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ തണുപ്പില്ലേ ഇവിടെ, AC ആയതുകൊണ്ട്. ഞാൻ എല്ലാവരും കൊണ്ട് തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഫുൾ സ്ലീവൊക്കെ ഇടിപ്പിച്ച് ഞാനും ഫുൾ സ്ലീവൊക്കെ ഇട്ടാതേക്കണം. നമുക്കിവിടെ കിയോസ്ക് ഉണ്ട്. കിയോസ്കിൽ പോയി എടുക്കുന്നതാണെങ്കിൽ നമ്മളൊക്കെ തന്നെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അല്ലാതെ അവിടെ പുറകിൽ എനിക്കൊന്നും ഒരു സൈഡിൽ മേ ബി മാനുവൽ ടിക്കറ്റ് കൗണ്ടേഴ്സും ഉണ്ട്. നമ്മൾ ഇതിൽ പോയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഐ വോണ്ട് ടു പർച്ചേസ് ടുഡേ ടിക്കറ്റ്. സ്റ്റാൻഡേർഡ് ഗൊണ്ടോള 1 വേ, റിട്ടേൺ അമും 19. എക്സ്പ്രസ് വേണ്ടല്ലോ. ഓവർ സൈസ്ഡ് ബാഗേജ് നോ, പ്രയോറിറ്റി നോ. അപ്പം അത് തന്നെ 6 6 എന്തൊക്കെയാണ് കാണിച്ചു. ഓക്കെ, ഇവിടെ ക്യാഷ് ഓപ്ഷൻ ഇല്ല കേട്ടോ. നമ്മളൊന്നില്ലെങ്കിൽ കാർഡ് ഇടണം, അല്ലെങ്കിൽ ഇവിടുത്തെ റിവാർഡ് പോയിന്റ്സ് എടുക്കണം. അങ്ങനെയാണ്. പിൻ കാണിക്കുന്നില്ല. ഓക്കെ, നമ്മളിവിടെ കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ നോർമൽ കാർഡ് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ പിന്നടിച്ച് കഴിയുമ്പം നമ്മുടെ യൂഷ്വലി വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ടിക്കറ്റ് വരുമായിരിക്കും. നമ്മൾ 6 പേർക്കാണ് എടുത്തിരിക്കുന്നത്. ഗൊണ്ടോള സ്റ്റാൻഡേർഡ് ഗൊണ്ടോള 2 വേ. നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാനും പറ്റിയ രീതിയിൽ എടുത്തിരിക്കുന്നത്. കാരണം 1 വേ എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ടാക്സിക്ക് അത്യാവശ്യം നല്ല റേറ്റാണ്. അപ്പോൾ മേളിൽ നിന്ന് എടുത്താലും യൂസ് ഉണ്ടാവില്ല. ഓക്കെ, ടിക്കറ്റ് ഇവിടെ ഇവർ റീൽസ് എടുത്തോണ്ടിരിക്കണേ കേട്ടോ. ഹലോ ഹലോ, ഹായ്. ഓക്കെ, സോ നമ്മളിവിടെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ. എന്നിട്ട് അവിടെ കൊടുത്താൽ മതി. സ്കൈവേ റോപ്പ് വേ ഇല്ല, അത് കണ്ടില്ലേ? റോപ്പ് വേ അല്ല, ഇവിടെ പേരുണ്ടായിരുന്നല്ലോ, ഗൊണ്ടോള എന്ന് പറയും ഇവിടുത്തെ. മറ്റേ റോപ്പ്. ഇതിൻ്റെ ഇടയ്ക്ക് വാ. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മളിങ്ങനെ സ്കാൻ ചെയ്യണം. മമ്മി വയ്ക്കണേണ് ഇതിൽ തന്നെ വിരിച്ചു കൊണ്ടുവരുവാന്ന്. അപ്പം ഞാൻ പറയണായിരുന്നു, നമ്മളിനി അവിടെ എത്തുമ്പോൾ വേറൊരു ലോകമാണ് കാണാൻ പോകുന്നത്.
എന്നൊക്കെ പറയുന്നുണ്ട്. ലോകം അല്ലെങ്കിൽ മമ്മീനൊന്നും പറയരുത്. പേടിയുണ്ടാ? പേടിക്കണ്ട, ഒന്നുമില്ല കുട്ടിക്കൊന്നുമില്ല. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇല്ലായിരുന്നു. കേരളത്തിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് പേടിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും മെയിൻ്റെനൻസ് ചെയ്ത് സ്ഥിരമായിട്ട് ഇവർ എന്താ പറയുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കണതല്ലേ. വെള്ളം വേണം. നടക്ക് പേടിയുണ്ടാ? ഓക്കെ, സെൽഫീസ് ഫോട്ടോസ് അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ കയറിയിട്ട് എനിക്ക് കാണിക്കാം. ഓക്കെ, ഞങ്ങളങ്ങനെ സ്കൈവേയിൽ കയറിയിരിക്കുകയാണ്. മേടിച്ചിരിക്കണേ. ചിൻസ് വീല് ഇറങ്ങണില്ലല്ലോ ഇപ്പൊ. ഓക്കെ, നമുക്ക് ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ചിൻസ്വി സ്റ്റേഷൻ ഉണ്ട്, ചിൻസ്വി ടെമ്പിൾ ഉണ്ട്, അവിടെ വേണമെങ്കിൽ ഇറങ്ങാം. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങുന്നില്ല. അതിന് പകരം നമ്മൾ ഏറ്റവും അറ്റത്ത് അരങ്ങണ്ടേ നോക്കി, അവിടെ നോക്കി, അത് കണ്ട ഈ റെഡ് കളറിൽ നീ പോയി. അടു ഒരു പ്രാവശ്യം കേറിയിട്ടുള്ളതാണ്. നീ അവിടെ കൂടി ഇപ്പൊ കാറ് പോവൂട്ടാ, കാറ് പോവേ. ഇത് അവാന സ്കൈവേ. അതിന്റെ മേളിലൊരു ഹോട്ടലുണ്ട്. അതാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ. ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ള ഹോട്ടൽ. 7,500 റൂംസ് ഉണ്ട്. നമുക്ക് കാണാൻ കളർഫുൾ ആണ്, പക്ഷെ ഭയങ്കര സെറ്റപ്പ് ഒന്നല്ല, സാധാരണ ഹോട്ടലാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളൂ. കുറച്ച് തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ വന്നിട്ട് അത്യാവശ്യം നല്ല ഫോഗി ആയിരുന്നു വന്ന റോപ്പയൊക്കെ. ഉണ്ട്, വീൽസ് ഉണ്ട്. താഴെയാണ് ഇൻഡോർ പാർക്കെല്ലാം. എന്തോ ജെൻഡിങ് പ്രീമിയർ കാർ ഡ്രോയ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരുപാട് റിങ്കറ്റ്സ് ഉണ്ട് അത്ര സമ്മാനം. ഔട്ട്ഡോർ പാർക്കിലാണ് പോണെങ്കിൽ ടിക്കറ്റ്സ് ഉണ്ടാവും എല്ലാത്തിനും. മമ്മി തരാട്ടോ. അതിനെല്ലാം തന്നെ നല്ല റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പം ക്ലൂക്കിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ ചീപ്പറായിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ക്ലൂക്കല്ലേ, ക്ലൂക്കിൽ കിട്ടും. പക്ഷെ നമ്മൾ അറിയില്ല, കാരണം ഇവർ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ എടുത്താൽ എത്രത്തോളം മുതലാകും എന്ന് അറിയില്ലാത്തതുകൊണ്ട് ഒന്നും എടുത്തില്ല. ഇവരെ നോക്കാൻ എന്തായാലും ഞങ്ങൾ തന്നെ വേണം. മിഠായി തരാടും. അല്ലാതെ പപ്പയും അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് റൈഡിന് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാൾ പോകണം, ഒരാൾ റൈഡ് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നോക്കട്ടെ എത്രത്തോളം എത്രയാണ് റേറ്റ് എന്നൊന്നും നോക്കിയിട്ടില്ല. കാരണം നമ്മൾ അധികം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിഗമനം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഇല്ല. ഇവിടെ ഇവർ ഓടാൻ വിടാമെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കാണണം എങ്ങനെയാണ്. തരാം. ഓക്കെ, ആടുനി ഞാൻ മിഠായി കൊടുക്കട്ടെ. ഇത് കണ്ടോ എന്തൊരു അടിപൊളി പാർക്കാണ് നോക്കേ. അവിടെ എന്തൊരു ഇൻഡോർ തീം പാർക്ക്. പോണ് ആടുനെ നോക്കണേ. ഇത് കണ്ടില്ലേ എന്തൊക്കെ സെറ്റപ്പാണ്. പഴം ആടു, എന്താണത്? പഴം, ബനാന. ഇതല്ലേ കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉണ്ടല്ലോ, ആ നെറ്റിൽ പിടിക്കണം ഓരോന്നിനായിട്ട്. അങ്ങനെ എന്തോ പിടിച്ചെടുക്കണം. അങ്ങനെ ഇത്ര എണ്ണത്തിനെടുത്താൽ ഇത്ര ടോയ് അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്താ 5 ഡക്സിനെ പിടിച്ചാൽ
30 റിങ്കറ്റ്. ആ കണ്ടില്ലേ എവിടെ പറന്ന് നടക്കണ ആൾക്കാര്. ഡാഡയും മമ്മിയും. ഡാഡിന് എവിടെയെങ്കിലും സ്ഥലം കിട്ടി ഇരിക്കണമെന്നും പറഞ്ഞാണ് ഇരിക്കണ. ഹാപ്പിയാണ്. നമ്മളിപ്പോൾ സപ്പോസ് ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഈ ക്ലോക്കിൻ്റെ സൈനുള്ള ഈ ടിക്കറ്റ്സ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൗണ്ടർ ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിയോസ് മെഷീൻ ഉണ്ട്. ഈ കിയോസ് മെഷീനിൽ വന്നിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ബാക്ക് കണ്ടില്ലേ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഐ വോണ്ട് ടു പർച്ചേസ് ടുഡേ ടിക്കറ്റ്. ഫാമിലി പേ പെർ റൈഡ് ആണെങ്കിൽ എന്താ പറയുക 16 റിങ്കറ്റ് ഓരോ റൈഡിന് നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഡേ അൺലിമിറ്റഡ് റൈഡ്. നോൺ മൈനർ നോൺ മലേഷ്യൻസ് ആയിരിക്കും. മലേഷ്യൻസിനാണെങ്കിൽ അൺലിമിറ്റഡ് ടിക്കറ്റിന് വില കുറവാണ്. നോൺ മലേഷ്യൻസിന് അൺലിമിറ്റഡ് റൈഡ്സ് എടുക്കണമെങ്കിൽ 97 ആണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് എടുക്കാവുന്നതാണ്. എൻ്റെ മാതാവേ, ഇത് കയറുന്നവരൊക്കെ കരഞ്ഞോണ്ടാട്ടോ ഒച്ചെടുത്തോണ്ടാണ് വരുന്നത്. ഇത് കണ്ടില്ലേ? നമ്മള് വീഗാലാൻഡിൽ കയറിയിട്ടുണ്ട്. നാടൊക്കെ അവിടുത്തെ ഡാൻസ് കളിക്കണേ. നാടു 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 കപ്പലിനി കൊച്ചു വേറൊന്നും കഴിക്കലൊന്നും ഇല്ല കേട്ടോ. ഈ ട്രിപ്പ് വരുമ്പം ആകെ നട്ട്സും ചെറിയ ചെറിയ സാധനങ്ങളും. പോവാം. സോ അതൊക്കെയാണ്. ഇതാണ് സ്കൈ കസിനോ. ഇവിടെയാണ് ചൂതുകളിയൊക്കെ നടക്കുന്നത്. പൈസ വരുന്നതും പോകുന്നതിൻ്റെയും കേന്ദ്രം. അതാണ് ആ പാമ്പ്. ഓക്കെ, നമുക്ക് അവിടെ വീഡിയോ എടുക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കണില്ല. എടുക്കാൻ പാടില്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണോ ഔട്ട്ഡോറിലേക്കുള്ളത്? ഫസ്റ്റ് വേൾഡ് പ്ലാസ. ഓക്കെ, ഇതായിരിക്കണം. റൈറ്റിലേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതായിരിക്കണം. വേറെ നോക്കാം, പോയി നോക്കാം. നല്ല രസമുണ്ടല്ലേ ഇവിടെ കാണാനായിട്ട്. ഓ, എസ്കലേറ്റർ ആണല്ലേ. നമ്മൾ കേൾക്കുന്നുണ്ടോ? നമ്മളപ്പം ഇൻഡോർ ഗെയിംസ് കഴിഞ്ഞിട്ട് ഇനി ഔട്ട്ഡോർ ഗെയിംസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. സൗണ്ടൊക്കെ പോയിട്ട് ഇവിടെ അതിനകത്ത് നിറച്ച ഒച്ച ആയതുകൊണ്ട് ഒച്ചത്തിൽ സംസാരിച്ച് സൗണ്ടൊക്കെ കുറച്ച് പോയി. സോ നമ്മളിനി ഔട്ട്ഡോർ സ്പേസിൽ കുറച്ച് ഗെയിംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ച് നടക്കണേ. ഡാഡാ മമ്മി എന്താ എന്നെ കുറിച്ച് എന്താ കുറ്റം പറഞ്ഞേ? അപ്പൊ ഞാൻ ഒച്ചപ്പാടാ. എന്നിട്ട് ഞാൻ ഛർദിക്കാൻ പോണ പോലെ ഇങ്ങനെ കിറങ്ങിയിരുന്നല്ലേ. അത് ജയന്റ് വീലിലൊന്നല്ല കയറിയത്. ഒരു ടൊർണാഡോ ഒരു സാധനം ഉണ്ടായി, ട്വിൻ ഫ്ലിപ്പ് മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അത് കയറുമ്പോ തന്നെ ഇങ്ങനെ തലകുത്തി തിങ്ങനെ. അയ്യോ, കസിനോന്റെ ആണല്ലോ മെയിൻ സ്ഥലം ഇത്.
എന്താ ഏറ്റവും ലീഗലായിട്ട് കാസിനോ പ്ലേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ജെൻറ്റിങ്സ്. കണ്ടോ സ്കൈ കസിനോ നമ്മുടെ എവിടെ അവിടെ കണ്ടോ അവിടെയാണ്, അതാണ് സ്കൈ കസിനോ. അവിടെ ചൂതുകളിയുടെ കേന്ദ്രമാണ്. ഓ ഇത് അങ്ങോട്ട് കാണുന്ന ആ സെവിനൊക്കെ നടന്നു വരുന്ന എൻട്രൻസ് ആണ്. ഹോട്ടലല്ലേ, വേൾഡ്സ് ലാർജസ്റ്റ് ഹോട്ടൽ. ലിയോ ഇവിടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ ഇൻഡോർ തീം പാർക്കിൽ നിന്നും താഴേക്ക് ഒരു എസ്കലേറ്റർ ഉണ്ട്, അറിയില്ല നോക്കട്ടെ. അവിടെ നമുക്കൊരു അബദ്ധം പറ്റി. അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആ പുറത്തേക്ക് പോകുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 120 അല്ല 198 അങ്ങനെ എന്തുകൊണ്ടോ ഒരാൾക്ക് അതിലേക്കുള്ള എൻട്രൻസ്. നമുക്കങ്ങനെ 5-6 പേർക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും മുതലാവില്ല. നമ്മൾ വിചാരിച്ചത് പുറത്തേക്ക് പോകാൻ പറ്റല്ലാതെ എന്നാണ്. അപ്പോഴാണ് ഒരു ഐഡിയ മനസ്സിലായത്. ഈ കാണുന്ന എൻട്രൻസ് ആന അവിടെ ഉണ്ടാടും. ഈ കാണുന്ന എൻട്രൻസ് മറ്റേ നമ്മുടെ ഹോട്ടലുണ്ടല്ലോ, ഫസ്റ്റ് വേൾഡ് പ്ലാസ, അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ആണിത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ഡോറിൽ എത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. മറ്റേത് നമ്മൾ പോകാൻ പറ്റില്ല, കാരണം അവിടെ ടിക്കറ്റിൽ പോലീസ് എല്ലാവരും ഉണ്ട്. അവർ നോക്കുന്നുണ്ട്, ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നുള്ളൂ. ബിഗ് മീമി അവിടെ ആയിപ്പോയാടോ. മുട്ടേ? ഏത് മുട്ട? മുട്ട ഉണ്ടായി അവിടെ? എവിടെ ഉണ്ടായി? അപ്പം എൻ്റെ മമ്മി കണ്ട്. ഔ പാമ്പ് മുട്ടയല്ലേ? മോദിയിലായിട്ട് കണ്ടാള്. നോക്കട്ടെ, മമ്മി വിളിച്ചോട്ടെ. നമുക്ക് ഒരു അബദ്ധം കൂടി പറ്റി. നമ്മൾ വിചാരിച്ച പോലെ ഈ വേൾഡ് പ്ലാസയിൽ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വ്യൂ കാണാം അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ ഫ്രീ ആയിട്ട് എന്നുള്ളത് നടക്കില്ല. ഇവിടെ ഒന്നില്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ കയറാം, അല്ലെങ്കിൽ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് അവിടെ കയറാം. അത്രേ ഓപ്ഷനുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാം. അടുത്തുനിന്ന് അകത്ത് മേളിൽ കണ്ടില്ലേ, അവിടെ ആണെന്നെങ്കിൽ ഫുഡ് കഴിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഇൻഡോറിൽ ഇനി എന്തെങ്കിലും കളിക്കണമെങ്കിൽ കളിക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ ചിൻസ്വി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടില്ലേ, അതിൽ റോപ്പിൽ കയറി നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ കാണും. കണ്ട ലൂക്കപ്പനെ ഉറങ്ങണേന്ന്. ആഡൂസ് ഇവിടെ കളിക്കാനായിട്ട് എൻ്റെ എവിടെ ഇതിൻ്റെ ഒക്കത്താ. നമുക്കിപ്പോൾ ആകെ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉള്ള വ്യൂ ആണ്. നമ്മളിതിപ്പോൾ താഴെ ഫ്ലോറിൽ വന്നിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ പക്ഷെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നറിയില്ല, കാരണം നിറച്ച് പോകാണല്ലോ. ഇങ്ങനൊരു സ്ഥലമുണ്ട് ഇവിടെ, ചെല്ലാൻ നോക്കാം. ഇവിടെ ഇരിക്കാം, ജിമ്മൊക്കെ. ഇത് കൊള്ളാം. ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കായിരുന്നു അല്ലേ? ഓക്കേ കൊള്ളാം. ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്, കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ വ്യൂ. മൈക്കൊന്നുമില്ല, മൈക്ക് എടുത്തിട്ട് അല്ല ഞാൻ ഇത് കണക്ഷൻ ഇല്ലാണ്ട് എങ്ങനെ ചെയ്യണം? ഇപ്പൊ എത്തും. സോ ആർക്കെങ്കിലും വരുവാണെങ്കിൽ ഞാൻ എന്തായാലും ചിൻസ്വി ടെമ്പിളിൽ എന്തായാലും മാസ്റ്റർ വിസിറ്റ്. ചിൻസ്വി ടെമ്പിൾ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടം വരെ എന്തായാലും വരാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഫുൾ ചെയറാണെന്ന്. അതാരും വീഡിയോയിലൊന്നും ആരും പറഞ്ഞത് ഞാൻ കേട്ടൊന്നുമില്ല. ഇത് എസ്കലേറ്റർ ഉണ്ട്, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ എസ്കലേറ്റർ ഉണ്ട്, കുറച്ച് നടക്കുക, ബാക്കി എസ്കലേറ്റർ ഉണ്ട്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് കാണുന്നത്. സോ എന്തായാലും ആരും മടിക്കാതെ വരിക. സ്റ്റെയർ ഉണ്ടെന്ന് വിചാരിച്ച് വയസ്സായവരെ കൂട്ടാതിരിക്കേണ്ട കാര്യമില്ല. ജെൻറ്റിങ്ങിൽ പ്രായമായവർക്ക് സുഖമായിട്ട് വരാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അവർക്ക് ഇരിക്കാം, കുറേ നേരം റെസ്റ്റ് എടുക്കാം, ഇവിടെ സുഖമായിട്ട് വരാം. യെസ്, ഫൈനലി മമ്മീനെയും
നീനുനെയും ലൂക്കേനെയൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടായി. കണ്ടില്ലേ, ഇങ്ങനെ റോപ്പ് വേ പോകുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിലെ ഒരു സ്പേസിലാണ്. മലയിൽ ഫുള്ള് ഇവരിങ്ങനെ എസ്കലേറ്റർ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ജിൻസി ടെമ്പിൾ. ഇത് കണ്ടല്ലേ, ഇത് ടെമ്പിൾ, ഇതാണ് വ്യൂ, ഇത് റോപ്പ് വേ. വാവ്, നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അത് ചില്ലാണ്, ചില്ല് അറ്റ്മോസ്ഫിയറാണ്. ദേ ഇരിക്കുന്ന നമ്മുടെ കുട്ടപ്പായി. മമ്മി പപ്പനെ വിളിക്കാൻ പോയി, അവരതാ വരാത്തത്. അത് എസ്കലേറ്റർ അല്ലേ, അത് ഫോൺ ഇങ്ങനെ വരുമ്പം ഇതാണ് കേട്ടോ ചിൻസ്വി ടെമ്പിൾ. ഇതില് ആരുടെ ഒരാളുടെ ഇതുണ്ട്. ഇവിടെ ഒരു ബുദ്ധന്റെ പടമുണ്ട്. ആഹാ, അടിപൊളി. അവർക്ക് സന്തോഷമായി, പപ്പക്ക് മതിയായി. പപ്പേനെ അവിടെ വരെ തന്നെ എസ്കലേറ്റർ ഉണ്ടായിട്ട് പപ്പ പറയണേ എന്ന് ഇനി ഞാൻ ഇവിടെ ഇരുന്നോളാം. കൊച്ചെവിടെ? മല. നമ്മളുടെ നാട്ടിലൊക്കെ ഇതുപോലെ എന്തൊക്കെ സെറ്റപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ല പോണേനാ ബിബി. വരുന്നു. ഈ ബുദ്ധന്റെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ഫീലാണ്. ആ ഓക്കെ, ഈ ബുദ്ധനെ കണ്ട് അയ്യോ ആട് സോറി, നല്ല രസമുണ്ട് ഇവിടെ. എന്തായാലും വരണം എല്ലാവരും എന്നുള്ളതാണ്. ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിൻസ്വി ടെമ്പിൾ എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. സുഖമായിട്ട് വരാം, ഈസിലി ആക്സസിബിൾ ആണ്, നല്ല ക്ലൈമറ്റാണ്, നല്ല വ്യൂ ആണ്, നല്ല തണുപ്പുണ്ട്, നല്ല ഫോട്ടോസ് എടുക്കാം. എല്ലാം കൊണ്ടും അടിപൊളി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താനായിരിക്കും മിക്കവാറും. മൈക്ക് ഞാൻ എടുത്ത് വെച്ചു, കാരണം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര. അതെ, ഒറ്റയ്ക്കാണെങ്കിൽ ധ്യാനിക്കാം, ഇരട്ടക്കാണെങ്കിലും ധ്യാനിക്കാം. അത് വേഗം പോയി. ലിയോ പോയി, ഞാൻ കൊച്ചിനെ എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ.